കുറച്ച് തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. എനിക്ക് രാവിലെ സ്കൂളിൽ പോകണമായിരുന്നു. സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഇരുട്ടി പോയിട്ടുണ്ടായിരുന്നേ. നാളെ ഞാൻ നാട്ടിൽ പോവാം കേട്ടോ. ഞാനും ചേട്ടായിയും നാട്ടിൽ പോവാണ്. നാടെന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം നാട് ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മലയിഞ്ചി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പം ബാങ്കിലൊക്കെ ഒന്ന് പോകണമായിരുന്നു, അവിടെയും പോയി. പിന്നെ ചേട്ടായിക്ക് മുടി വെട്ടാനൊക്കെ ഉണ്ടായിരുന്നു, അതിനും വന്നു. ഇത് നമ്മുടെ ആപ്പൻ്റെ കടയാട്ടോ, ഉളിക്കൽ. അവിടെ പോയി മുടിയൊക്കെ വെട്ടി ഷേവൊക്കെ ചെയ്തിട്ട് വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ഇരുട്ടിക്ക് പോകണം. ഞങ്ങൾ നാളെയാണ് വീട്ടിൽ പോകുന്നത് കേട്ടോ. വീട്ടിൽ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിയുടെ കല്യാണമാണ് ഈ മാസം 30-ാം തീയതി. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാട്ടോ നേരത്തെ പോകുന്നത്. പിന്നെ ഓണമൊക്കെ അല്ലേ, അതുകൊണ്ട് നാട്ടിൽ പോയേക്കാന്ന് വെച്ചു കേട്ടോ. ഇരുട്ടിക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ 2 കൂട്ടുകാരെ കിട്ടി കേട്ടോ. പ്രിയ ചേച്ചിയും മക്കളും ഉണ്ടായിരുന്നേ. അവർ ഇരുട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് വിളിക്കൽ നിൽക്കുമായിരുന്നു. അങ്ങനെ അവരെയും നമ്മുടെ ഒപ്പം കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇരുട്ടിയിലൊക്കെ എത്തി. അവർ സൂര്യയിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി ഡ്രസ്സ് എടുക്കാൻ, പിള്ളേർക്ക് ഓണക്കോടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അവരും. അപ്പോൾ അവർ സൂര്യ സിൽസിൻ്റെ അവിടെ വന്നപ്പോൾ അവരിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അപ്പുറം വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. വണ്ടീൻ്റെ ചെറിയൊരു കാര്യത്തിൽ വർക്ക്ഷോപ്പിൽ കാണിക്കണമായിരുന്നു. അവിടെയും കാണിച്ചിട്ട് നമ്മളും ചെറിയ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. വലുതായിട്ടൊന്നും എടുക്കുന്നില്ല. അവിടെ ചെന്നിട്ട് കല്യാണത്തിന് എന്തായാലും ഡ്രസ്സ് എടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങൾ, ചേട്ടായിക്ക് മുണ്ട്, ഷർട്ടല്ല മുണ്ട്, ചെരുപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. ഇപ്പം നമ്മൾ രണ്ടാളുമാണ് നാട്ടിൽ പോകുന്നത്. അമ്മയും അനിയനും ഓണം കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് വരും കേട്ടോ. 30-നാണ് കല്യാണം. അപ്പോൾ അവർ ഓണം കഴിഞ്ഞ് 26, 27 ആകുമ്പോൾ അങ്ങോട്ടേക്ക് വരുവേ. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് അവരെല്ലാവരും വരുന്നുണ്ട്. അവരും ആ സമയമാകുമ്പോഴാണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മൾ വേറൊരു കടയിൽ കയറിയിട്ട് നമ്മുടെ നന്ദൂനും തക്കുടൂനും 2 ഉടുപ്പൊക്കെ എടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടയ്ക്ക് ചെരുപ്പും വാങ്ങി. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടേ. ഒരുപാട് വൈകാനാവില്ല, കാരണം നാളെ വെളുപ്പിന് പോകണം കേട്ടോ. 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ട്രെയിൻ 10 മണിക്കാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് 6 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഒന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ല. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനേ. അതുകൊണ്ട് നേരത്തെ തന്നെ വീട്ടിൽ കയറണം. വണ്ടിയുടെ കാര്യം ഏൽപ്പിക്കണം. ഈ പ്രാവശ്യം നമ്മൾ വണ്ടി ഏൽപ്പിക്കുന്നത് മനാഫ്കേൻ്റെ അടുത്താട്ടോ. മനാഫ്കേൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ അതുവരെ മനാഫ്ക നോക്കിക്കോളും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നാട്ടിൽ പോയപ്പോൾ ദിലീപേട്ടൻ്റെ കയ്യിലായിരുന്നേ. അപ്പോൾ ദിലീപേട്ടനായിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. 2 പേരും സുരക്ഷിതമായിട്ട് നോക്കുന്നവരാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഒരു ടെൻഷനില്ല കേട്ടോ. ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. പക്ഷേ വണ്ടിയെ ഇട്ടിട്ട് പോകുന്നതിലൊരു സങ്കടമുണ്ട്. എന്നാലും കുഴപ്പമില്ല. നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ പോകുന്നത്, നാട്ടിൽ പോകുന്നതല്ലേ, ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഞങ്ങൾ താഴെ ടോൾ ബൂത്തിൻ്റെ അടുത്താക്കിയിട്ട് ഇക്ക വണ്ടി എടുത്ത് പോയിട്ടുണ്ട്. പോകുന്ന കാണുമ്പോൾ ഒരു സങ്കടമുണ്ട്, അതാട്ടോ നോക്കി നിൽക്കുന്നത്. അപ്പോൾ നാട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ഞങ്ങൾ നാട്ടിലൊക്കെ പോയിട്ട് വരാം. ഓക്കെ, ബൈ.